ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ഇൻവെന്ററി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു. ഓക്കെ, അതിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യം വേണം. നമ്മൾ മെയിൻ ആയിട്ട് ഇതിൽ ചോദിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് പറയുന്നത് ഫിഫോ മെത്തേഡ് എന്താ, ലിഫോ മെത്തേഡ് എന്താ. ഈ രണ്ടെണ്ണം ഞാൻ പഠിച്ചു. ഓക്കെ, ഫിഫോ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആയിരുന്നു. ഓക്കെ, അത് നമ്മൾ എങ്ങനെയാണ് അതിന്റെ കോസ്റ്റ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലാണ് എന്ത് ചെയ്യുക, നമ്മൾ അതിന്റെ മെഷർ ചെയ്യുക. പിന്നെ ഒരു ഇൻവെന്ററി എന്ന് പറയുന്നത് എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത്, ഒന്നെന്ന് പറയുന്നതെങ്കിൽ അതിന്റെ ലോവർ കോസ്റ്റ് ഓർ NRV, നെറ്റ് റിയലൈസബിൾ ഓർ വിച്ച് എവർ ഈസ് ലോവർ. ഏറ്റവും കുറവ് ഏതാണോ, NRV ആണോ ലോവർ, അതിന്റെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണോ വിച്ച് എവർ ഈസ് ലോവർ, അതാണ് ഒരു ഇൻവെന്ററി വാല്യൂ ചെയ്യുക. ഓക്കെ, പിന്നെ രണ്ട് മെത്തേഡ്സ് ഉണ്ട്. എന്താ പറയുന്നത്, ഫിഫോ മെത്തേഡും ലിഫോ മെത്തേഡും. ഇതൊക്കെ എന്തിന്റെ ബേസിലാണ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡാണ്. അതായത് നമ്മൾ ആ വാങ്ങുമ്പോൾ ഉണ്ടാവുന്ന പ്രൈസ് ഉണ്ടല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വെയ്റ്റഡ് ആവറേജ് മെത്തേഡാണ്. എന്താണ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്? ഓക്കെ, ഫിഫോയും ലിഫോയും എന്താണ്? അത് സിമ്പിൾ ആണ്. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഞാൻ തന്നുള്ള രണ്ട് ഇല്ലസ്ട്രേഷൻസ് ചെയ്താൽ തന്നെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ അടുത്തതാണ് വെയ്റ്റഡ് ആവറേജ്. ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റ് ആവറേജ് ചെയ്യണം. അതിൽ തന്നെ രണ്ടെന്ന് പറയുന്നത് സിമ്പിൾ ആവറേജും ഉണ്ട്, വെയ്റ്റഡ് ആവറേജും ഉണ്ട്. നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കടാ. ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ നോക്കിയേ, 37, 36, 32, 31. ഇതിന്റെ ആവറേജ് എങ്ങനെ കാണാം? അതെല്ലാം കൂടെ ആഡ് ചെയ്യുക. 37 പ്ലസ് 36 പ്ലസ് 33 പ്ലസ് 31. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്പറോട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ എത്ര നമ്പർ ഉണ്ട്? 1 2 3 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഇതാണ് എന്ത് പറയുന്നത്, ആവറേജ് കാണുന്നത്. ഇതേ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ അവിടെ ഇല്ലുസ്ട്രേഷൻ 4 നോക്കണം. ഓക്കെ, ഈ ദ സെയിം എക്സാമ്പിൾ ഓഫ് മാനുഫാക്ചർ റേഡിയോ, താഴെ തന്നിട്ടുള്ള നമ്മൾ റേഡിയോയുടെ സെയിം മുകൾ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതിന് പക്ഷെ നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? വെയ്റ്റഡ് ആവറേജ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദ സിമ്പിൾ ആവറേജ് ഇൻ ഇസ് ക്വസ്റ്റ്യൻ നോക്കടാ. 50 മേടിച്ചിട്ടുണ്ട്, 55 മേടിച്ചിട്ടുണ്ട്, 55 60 മേടിച്ചിട്ടുണ്ട്, 70 മേടിച്ചിട്ടുണ്ട്. എല്ലോ പല ടൈപ്സിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മള് സാധനം മേടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ഇതൊക്കെ പാടെ സം ചെയ്യാ. അപ്പൊ എത്ര കിട്ടും? 267 കിട്ടും. ഓക്കെ, നമ്മൾ ഇത്ര പ്രൈസിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പല പല സാധനങ്ങൾ സെയിം സാധനം ഡിഫറെന്റ് റൈറ്റിൽ മേടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ലാസ്റ്റ് ഉള്ളതിന്റെ ആവറേജ് പ്രൈസ് ഏകദേശം ഇതിന്റെ ഒക്കെ പാടെ ആവറേജ് എടുക്കുക. നമ്മൾ പല പല 50 മേടിച്ചു, 55 മേടിച്ചു, 55 മേടിച്ചു, 60 മേടിച്ചു, 47 മേടിച്ചു. അപ്പൊ നമുക്ക് കൂടിയും കുറഞ്ഞും പല പല റൈറ്റ്സ് ഇല്ലേ, അതിന്റെ ഒക്കെ ആവറേജ് എടുക്കുക. എങ്ങനെ എടുക്കുക? സം എടുത്തിട്ട് എത്ര നമ്പേഴ്സ് ഉണ്ട് അതായിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 53.4 കിട്ടും. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യണം ഒരു ഇൻവെന്ററിക്ക് ഇപ്പൊ വെച്ചത് ശരിക്കും ഇപ്പൊ നോക്കിയാൽ ലാസ്റ്റ് ഉള്ള ഇൻവെന്ററി ഒന്നും അതൊന്നല്ല. അപ്പൊ ലാസ്റ്റ് ഉള്ള നോക്കടാ, നമുക്ക് ഈ ലിഫോ മെത്തേഡിൽ നോക്കിയാൽ അറിയാം. നോക്കടാ, 50 to 55 45 ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇൻവെന്ററി മെഷർ ചെയ്യുമ്പോൾ ഏതിന്റെ ഇതിൽ മെഷർ ചെയ്യുക, നമ്മൾ ആവറേജ് എടുത്ത് മെഷർ ചെയ്യുക. അപ്പൊ നോക്കട്ടെ, ലാസ്റ്റ് നോക്കട്ടെ, യൂണിറ്റ് റിസീവ്ഡ്, അതുപോലെ തന്നെ യൂണിറ്റ് ഇഷ്യൂഡ്. ബാക്കി എത്ര ഉണ്ട്? ഫിഫോ ആണെന്നുണ്ടെങ്കിൽ ഇത്ര ഉണ്ടാവും, അതുപോലെ തന്നെ ലിഫോ ആണെന്നുണ്ടെങ്കിൽ മുകളിൽ ചെയ്താണ്. സിമ്പിൾ ആവറേജ് ആണെങ്കിൽ എത്ര എണ്ണം ബാക്കിയുണ്ട്? 500 യൂണിറ്റ് ബാക്കിയുണ്ട്. നമുക്ക് റിമൈനിങ്സ് ഉണ്ട്. നമ്മൾ അതിൽ നോക്കിയാൽ 1000 എണ്ണം നമ്മൾ റിസീവ് ചെയ്തു, അതിൽ 500 എണ്ണം വിറ്റു. അങ്ങനെ വെച്ചാൽ സിമ്പിൾ ആവറേജ് മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയ ആവറേജ് എന്ന് പറയുന്നത് നോക്കിയാൽ നമ്മൾ ആവറേജ് എടുത്തിട്ട്, അതായത് 53.4, ഇതെങ്ങനെ ആവറേജ് കിട്ടിയേ? എല്ലാ നമ്പേഴ്സും പാടെ നമ്മൾ മേടിച്ച ഡിഫറെന്റ് പ്രൈസസ് നമ്മൾ, അല്ലെങ്കിൽ എത്ര തവണ നമ്മൾ മേടിച്ചു അതൊക്കെ പാടെ ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ എത്ര തവണ നമ്മൾ മേടിച്ചു അത്ര. ഓക്കെ, 50ക്ക് ഞാൻ മേടിച്ചു, 55 മേടിച്ചു, 55 മേടിച്ചു, 60ക്ക് മേടിച്ചു, 47 മേടിച്ചു. നമുക്ക് അതൊക്കെ പാടെ സം ചെയ്തു, ഡിവൈഡഡ് ബൈ എത്ര നമ്പർ നമ്മൾ ആഡ് ചെയ്തു, ഡിവൈഡ് ബൈ ആ നമ്പർ. ഓക്കെ, അങ്ങനെ 53. ഇതേ ഇൻറ്റു 1000 ചെയ്താൽ മതി. അങ്ങനെയാണ് ഇൻവെന്ററി വാല്യൂ ചെയ്യുക. അതായിരിക്കും ഇൻവെന്ററിയുടെ പ്രൈസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി എന്ന് പറയുന്നത് ഇവിടെ നോക്കടാ, സിമ്പിൾ ആവറേജ് മെത്തേഡ് ആണ്. ഇവിടെ നോക്കിയാൽ ഇവര് ശരിക്കും ഫിഫോഡിയും ലിഫോഡി ആവറേജ് എടുത്തിട്ടുള്ളത്. ഫിഫോഡി ലിഫോഡി എങ്ങനെ ആവറേജ് എടുക്കുക അല്ലെ? ഫിഫോ വെച്ച് ചെയ്യുമ്പോൾ 60 വെച്ചിട്ടാണ് നമുക്ക് ലാസ്റ്റ് യൂണിറ്റ് കിട്ടുക. കാരണം ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ലാസ്റ്റ് മേടിച്ചതായിരിക്കും ബാക്കിയാവുക. ലിഫോയിൽ എങ്ങനെയാണ്? ഫസ്റ്റ് മേടിച്ചത് ബാക്കിയാവുക. ഫസ്റ്റ് നമ്മൾ 50ക്കാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്, അപ്പൊ അതാണ് ബാക്കിയാവുക. ശരിക്കും ലിഫോ എന്ന് പറഞ്ഞുള്ള ഒരു മെത്തേഡ് പോസിബിൾ അല്ല. ഓക്കെ ഓക്കെ, അപ്പൊ നോക്കടാ, ഇവിടെ നോക്ക്, ഇതിന്റെ രണ്ടിന്റെ ആവറേജ് എടുത്തു. എത്ര? 60 പ്ലസ് 50 ബൈ 2 എത്ര കിട്ടും? 55 കിട്ടും. അത് യൂസ് ചെയ്തിട്ടാണ് ഇവർ എന്ത് ചെയ്തിട്ടുള്ളത്? സിമ്പിൾ ആവറേജ് കണ്ടിട്ടുള്ളത്.
ഓക്കെ, ഇനി ഇത് രണ്ടും കാണാത്ത കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 53.4 യൂസ് ചെയ്തിട്ട് ഇൻറ്റു 500 ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയും നമുക്ക് ആവറേജ് കാണാൻ പറ്റും. ഇനി അടുത്തതാണ് സാധാരണ എക്സാമിന് ചോദിക്കാറുള്ളതാണ്, ചിലപ്പോൾ ഫിഫ ചോദിക്കും, ഫിഫ അല്ലെങ്കിൽ വെയിറ്റഡ് ആവറേജ്, ഇതാണ് കാര്യമായിട്ട് ചോദിക്കാറുള്ളത്. ഇനി അടുത്താണ് വെയിറ്റഡ് ആവറേജ്. അപ്പൊ സിമ്പിൾ ആവറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ജസ്റ്റ് എന്ത് ചെയ്യുന്നു, നമ്മൾ മേടിച്ചുള്ള ഡിഫറെന്റ് പ്രൈസസ് ആഡ് ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് എത്ര തവണ മേടിച്ചിട്ടുണ്ട് അത്. ഓക്കെ, മുകളിൽ കണ്ടതുപോലെ. ഈ വെയിറ്റഡ് ആവറേജ് ആണ് വെയിറ്റഡ് ആവറേജ് പ്രൈസ് പെർ യൂണിറ്റ്. അതായത് ഇപ്പൊ നമ്മൾ എത്ര കിട്ടി നേരത്തെ 53.4 കിട്ടി. അതെങ്ങനെ കിട്ടി, നമ്മൾ സമ്മല്ലാണ് ചെയ്തത്. അങ്ങനെ ഒരു പെർ യൂണിറ്റ്, അതൊരു യൂണിറ്റിന്റെ ആണല്ലോ. ഇല്ല, അതിൽ 50ക്ക് മേടിച്ചിട്ടുണ്ട്, 50 രൂപക്ക് മേടിച്ചിട്ടുണ്ട്, 55 രൂപക്ക് മേടിച്ചിട്ടുണ്ട്, 60 രൂപക്ക് ഉണ്ട്. പക്ഷെ നമ്മൾ ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്, 53.3. പക്ഷെ ശരിക്കും അതൊരു അക്യൂറേറ്റ് അല്ലടാ. നമ്മൾ ചിലപ്പോൾ 50ക്ക് ഒരു 50 എണ്ണം മേടിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ 60 റുപ്യക്ക് 1000 എണ്ണം മേടിച്ചിട്ടുണ്ടാവും. അങ്ങനെ വെച്ചാൽ നോക്കടാ, ഇവിടെ ഒരു 1000 നമ്മൾ 60 രൂപക്ക് മേടിച്ചിട്ടുണ്ട്, എന്നിട്ട് അതിന്റെ 50യിൽ കാരണം ഒരുപാട് കുറയില്ലേ. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കേസസിൽ ശരിക്കും സിമ്പിൾ ആവറേജ് എന്ന് പറയുന്നത് ഒരു അക്യൂറേറ്റ് സാധനമല്ല. ഓക്കെ, അത്ര മനസ്സിലാക്കുക. സിമ്പിൾ ആവറേജ് എന്ന് പറയുന്നത് ആ ഒരു വാല്യൂ ഒക്കെ ശരിക്കും കറക്റ്റ് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതിന് മെത്തേഡ് വേറൊരു മെത്തേഡ്, വെയിറ്റഡ് ആവറേജ് മെത്തേഡ്. ഓക്കെ, ഇവിടെ എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ക്വാണ്ടിറ്റി, എത്രത്തോളം ക്വാണ്ടിറ്റിയുടെ നമ്മൾ മേടിക്കുന്നുണ്ടെന്ന് കൺസിഡർ ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കിയ സമയം നമുക്ക് ഇത് ക്വസ്റ്റ്യൻ ചെയ്തൊന്നും ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി നമ്മൾ മേടിക്കുന്നുണ്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കി വെക്കും. ഓക്കെ, നോക്കാം. അപ്പൊ വെയിറ്റഡ് ആവറേജ് പെർ യൂണിറ്റ് ഇസ് ഈക്വൽ ടു, അപ്പൊ ഒരു യൂണിറ്റിന്റെ പ്രൈസ് എങ്ങനെയാണ് നിശ്ചയിക്കുന്നത്, ടോട്ടൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് അവൈലബിൾ ഫോർ സെയിൽ ഡ്യൂറിംഗ് ദ പീരിയഡ്. നമ്മളെ കയ്യിൽ എത്ര സാധനം ഉണ്ട്, സെയിലിന് വേണ്ടിയിട്ട് സെയിൽ എത്ര ഉണ്ട്, അതിന്റെ കോസ്റ്റ്, നമ്മളെ കയ്യിൽ എത്ര ഉണ്ട്, നമ്മളെ കയ്യിൽ എത്ര സാധനം ഉണ്ട്, അതിന്റെ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ യൂണിറ്റ്സ് അവൈലബിൾ ഫോർ ഡ്യൂറിംഗ് ദ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് അവൈലബിൾ. എത്രത്തോളം നമുക്ക് നമ്മുടെ കയ്യിൽ എത്ര സാധനം ഉണ്ട്, അതിന്റെ കോസ്റ്റും ഡിവൈഡഡ് ബൈ എത്ര സാധനം, എത്ര നമ്പർ, ദ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് അവൈലബിൾ ഫോർ ദ സെയിൽ ഡ്യൂറിംഗ് ദ പീരിയഡ്. എത്ര നമ്പർ നമുക്ക് അവൈലബിൾ ആണ്, അതാണ് വെയിറ്റഡ് ആവറേജ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യുന്നോ അത് നോക്കിയാൽ ഇല്ലുസ്ട്രേഷൻ 5. ഓക്കെ, ഓൺ ദ ബേസിസ് ഓഫ് ദി ഡാറ്റ ഇല്ലുസ്ട്രേഷൻ 2 and 3 കാൽക്കുലേറ്റ് ദ വെയിറ്റഡ് ആവറേജ്. 2ന്റെയും 3ന്റെയും എന്ത് കാണണം, വെയിറ്റഡ് ആവറേജ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് കാണണം. ഓക്കെ, ഞാൻ ആദ്യം ഈ ക്വസ്റ്റ്യൻ എന്താന്ന് പറഞ്ഞുതരാം. നോക്ക്, ആൻസർ അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് ഇല്ലുസ്ട്രേഷൻ 2 നമ്മളോട് എന്താ പറഞ്ഞത്, ഇല്ലുസ്ട്രേഷൻ 2 നമ്മളോട് പറഞ്ഞത് ഡിസംബർ 5-ാം തീയതി 500 ഡിസംബർ 5-ാം തീയതി 500 ഇത് മേടിച്ചു. ഡിസംബർ 20-ാം തീയതി 5 20-ാം തീയതി ഡിസംബർ 29-ാം തീയതി, ഡിസംബർ 5-ാം തീയതി മേടിച്ചു, 20-ാം തീയതി മേടിച്ചു 600 എണ്ണം, 29-ാം തീയതി എത്ര എണ്ണം മേടിച്ചു, 500 എണ്ണം മേടിച്ചു. അങ്ങനെ 1600 എണ്ണം മേടിച്ചു. അതിൽ നമുക്ക് എത്ര ആയിരുന്നു ഇഷ്യൂ ചെയ്യേണ്ടത്, ഓക്കെ ഡിസംബർ 10. ഓക്കെ, ഇതാണ് നമ്മൾ ഇഷ്യൂ ചെയ്തത്. സോറി. ഓക്കെ, അപ്പൊ ഇല്ലുസ്ട്രേഷൻ 2-ല് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ടെക്സ്റ്റ് ബുക്ക് നോക്കാം. ഇത് ഇല്ലുസ്ട്രേഷൻ ഇത് ഇഷ്യൂ ചെയ്തതാണ്. ഡിസംബർ 5-ാം തീയതി നമ്മൾ ഈ 500 എണ്ണം കൊടുത്തു. ഡിസംബർ 20-ാം തീയതി നമ്മൾ എത്ര എണ്ണം കൊടുത്തു, 20 എണ്ണം കൊടുത്തു. അല്ല, 600 എണ്ണം കൊടുത്തു. ഡിസംബർ 20, 29-ാം തീയതി 500 എണ്ണം കൊടുത്തു. ഓക്കെ, അപ്പൊ മേടിച്ചതെന്നാ അത് പറയുന്നത് ഇല്ലുസ്ട്രേഷൻ 1-ലാണ്. ഇല്ലുസ്ട്രേഷൻ 1-ൽ പറയുന്നുണ്ട് നമ്മൾ ഡിസംബർ 4-ാം തീയതി എത്ര 900 യൂണിറ്റ്സ് 50 രൂപക്ക് മേടിച്ചു. ഡിസംബർ 10-ാം തീയതി 400 യൂണിറ്റ് 55 രൂപക്ക് മേടിച്ചു. 300 എണ്ണം അല്ലെ, ഡിസംബർ അതന്നെ 11-ാം തീയതി 10-ാം തീയതി മേടിച്ചു, 11-ാം തീയതി മേടിച്ചു 300 യൂണിറ്റ് 55 രൂപക്ക് മേടിച്ചു. അതുപോലെ തന്നെ ഡിസംബർ 19-ാം തീയതി വീണ്ടും നമ്മൾ 200 യൂണിറ്റ് നമ്മൾ എത്രക്ക് മേടിച്ചു, 200 യൂണിറ്റ് നമ്മൾ 60 രൂപക്ക് മേടിച്ചു. അതുപോലെ തന്നെ ഡിസംബർ 28-ാം തീയതി നമ്മൾ 800 യൂണിറ്റ് 47 രൂപക്ക് മേടിച്ചു. ഇതാണ് നമ്മൾ നോക്കേണ്ട. മെച്ചർ ഹാസ് ബീൻ റെക്കോർഡ് ദ പർച്ചേസ്. ഇത്രയും നമ്മൾ കാര്യങ്ങൾ മേടിച്ചു. ഇതിന്റെയൊക്കെ പർച്ചേസും നടത്തി, സെയിൽ നടത്തി. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് സെയിലാണ്. ഇതെന്ന് പറയുന്നത് എന്താണ്, സെയിലാണ്. ദിസ് ഈസ് സെയിൽ, ഇത് പർച്ചേസ്. ഓക്കെ, റാൻഡം ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ശരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട്, കാരണം ഇല്ലുസ്ട്രേഷൻ 1, 2 അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇല്ലുസ്ട്രേഷൻ 3.
ഓക്കെ, ഇത് നമ്മൾ ഫിഫോല് ചെയ്തു, ലിഫോല് ചെയ്തു, വെയിറ്റഡ് ആവറേജ് ചെയ്യാൻ പോണം. സിമ്പിൾ ആവറേജ് നമ്മൾ ചെയ്തു. ഓക്കെ,